കഴിഞ്ഞ ദിവസം SSC പുറത്തിറങ്ങിയ ഒരു നോട്ടീസാണിത്. റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, RFI എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ്. അപ്പോൾ ഈ നോട്ടീസ് കണ്ട് നമ്മുടെ കുറേ കുട്ടികൾ പരിഭ്രാന്തരായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താ ചെയ്യുന്നത്, വീണ്ടും പുതിയ വെൻഡർ വരുമോ, പരീക്ഷ പാറ്റേൺ മാറുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും പേടി. അപ്പോൾ ഒരുപാട് പേരുടെ പേടിയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. നിങ്ങൾ കുറേ സ്ഥലത്ത് കമൻറ്റും കുറേ ഹിന്ദിക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതിലെ തമ്പനയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുറേ പേർക്ക് ഡൗട്ട് വരികയാണ്. അപ്പോൾ എന്നാൽ സത്യം അതല്ല, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അപ്പോൾ എന്താണ് ഈ നോട്ടീസിൻ്റെ അർത്ഥമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് SSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എല്ലാവരും പുതിയ വെൻഡർ വരും, പുതിയ ചേഞ്ച് വരും എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്തല്ല, ഒരു ടെൻഡറല്ല. ഈ നോട്ടീസ് വെൻഡറെ മാറ്റാനുള്ള കരാറുമല്ല. ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷനാണ്, അതായത് വിവരശേഖരണമാണ്. അതായത് വരും കാലങ്ങളിൽ പരീക്ഷകൾ കൂടുതൽ സെക്യൂറായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സുരക്ഷിതമായിട്ട് നടത്താൻ എന്തൊക്കെ പുതിയ ടെക്നോളജികൾ ലഭ്യമാണെന്ന് പഠിക്കുക മാത്രമാണ് എന്ത് ചെയ്യുന്നത്, SSC ചെയ്യുന്നത്. അതുകൊണ്ടാണ് SSC ചെയ്യുന്നത്. അതിൻ്റെ ഒരു നോട്ടീസാണ്. അപ്പോൾ ഇവിടെ പരീക്ഷയുടെ പാറ്റേണിൽ മാറ്റമില്ല. പരീക്ഷയുടെ സിലബസിനോ പാറ്റേണിനോ മാറ്റുന്നതിനെക്കുറിച്ച് ഈ നോട്ടീസിൽ ഒന്നും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. പകരം എന്താ പറയുന്നത്, പരീക്ഷ എഴുതുന്ന രീതി, അതായത് ടാബ്ലറ്റ് ഉപയോഗിച്ച്, ഇപ്പം കമ്പ്യൂട്ടറിലാണ് നമ്മൾ CBT എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിലാണ് പരീക്ഷ എഴുതുന്നത്. നേരത്തെ പേപ്പറിലായിരുന്നു, പേപ്പർ OMR ആയിരുന്നു, പിന്നെ കമ്പ്യൂട്ടറായി. ഇപ്പോൾ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷ, നമ്മുടെ ടാബ് ഉണ്ടല്ലോ, അത് വെച്ചുള്ള പരീക്ഷകൾ കൂടുതൽ സുരക്ഷിതമായ സോഫ്റ്റ്വെയർ വെച്ച് എങ്ങനെ ചെയ്യാം, എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് അവർ നോക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് പരീക്ഷയുടെ ആ പാറ്റേൺ മാറ്റുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇനി എന്തായാലും ഉടൻ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതെന്തായാലും വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. ഇതിന് ശേഷം പൈലറ്റ് പ്രോജക്റ്റുകളും പരീക്ഷണങ്ങളും കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, SSC തീരുമാനിക്കത്തുള്ളൂ. അതിനാൽ മെയിനായിട്ടുള്ള കാര്യം, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ഏതിനെയാണോ, ഏത് സ്ട്രാറ്റജിയാണോ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഷെഡ്യൂൾ വെച്ചിട്ടാണ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യേണ്ട ടാർഗറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ഓരോ ദിവസം ഞാൻ തരുന്ന ഷെഡ്യൂൾ വെച്ചാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പഠിച്ചാലും അത് കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ. അപ്പോൾ ഇവിടെ ടെക്നോളജി, പിന്നെ വേറെ കാര്യം പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ. അതായത് ഇടയ്ക്കിടെ ഇൻ്റർനെറ്റ് പോയാലും, ഇൻ്റർനെറ്റ് പോലെ ഈ ഒരു എക്സാം നടക്കിയ സമയത്ത്, അതായത് ഈ എഡ്യൂക്കേറ്റീവ് വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഇടയ്ക്ക് എക്സാം ക്യാൻസൽ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ ഇൻ്റർനെറ്റ് പോയാലും തടസ്സമില്ലാതെ പരീക്ഷ നടത്താനുള്ള ടെക്നോളജിയും, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AIയുടെ സാന്നിധ്യം വളരെ വളരെ, നിങ്ങളുടെ പഠിത്തത്തിനും AI നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ AIയുടെ ആ ഒരു ഉപയോഗം, നിരീക്ഷണവും ഒക്കെ സാധ്യമാണോ എന്ന് SSC എന്ത് ചെയ്യുകയാണ്, പരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പരിശോധിക്കുകയാണ്. ഇത് പരീക്ഷാ രീതി കൂടുതൽ എന്താക്കും, സുതാര്യമാക്കും, അല്ലെങ്കിൽ കുറ്റമറ്റതാക്കും. അതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. വെൻഡർ മാറിയാലോ സാങ്കേതികവിദ്യ മാറിയാലോ നിങ്ങളുടെ ചോദ്യത്തിലോ രീതിയിലോ സിലബസിലോ മാറ്റം വരുമെന്ന് ഇതിനർത്ഥമില്ല. അത് വെൻഡർ ചേഞ്ചിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്ക്, കഠിനാധ്വാനവും നമ്മുടെ 2026 ക്ലാസ്സുകളുടെ പഠനവും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്തരം വാർത്തകൾ കണ്ടിട്ട് നിങ്ങൾ സമയം കളയരുത്, പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ആരെങ്കിലും വെൻഡർ മാറുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു സമാധാനമായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക.